ഗൈസ് ഐഫോൺ 17 പ്രോ ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ ഐഫോൺ 17 പ്രോ വാങ്ങിച്ച ആൾക്കാർക്ക് ഇത് വെച്ചിട്ട് നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ഒരു സെറ്റപ്പും കാര്യങ്ങളും ഒക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഇതിൻ്റെ ക്യാമറയുടെ കുറച്ച് ടിപ്സും ട്രിക്സും പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സിനകത്ത് പോയിട്ട് ക്യാമറ എടുക്കുക. ക്യാമറയിൽ ഈ ഫോട്ടോഗ്രാഫിക് സ്റ്റൈൽസ് എന്ന് പറഞ്ഞൊരു സാധനം, ഇത് അടിപൊളി സംഭവം, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സാധനമാണ്. ഈ ഫോട്ടോഗ്രാഫിക് സ്റ്റൈൽസ് നിങ്ങൾ കസ്റ്റമൈസ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണെന്ന് വെച്ചാൽ അത് ചൂസ് ചെയ്യുക. ഞാൻ ബേസിക്കലി ഓവറോൾ ഇട്ടിരിക്കുന്ന സ്റ്റാൻഡേർഡാണ്. സ്റ്റാൻഡേർഡിൽ ഏകദേശം നിങ്ങൾ കാണാം, ഈ സ്ലൈഡ് കുറച്ച് മുകളിലോട്ടാക്കുന്ന അനുസരിച്ച് ഷാഡോസ് ഒന്ന് ബൂസ്റ്റ് ആവും. താഴോട്ടാക്കുമ്പോഴത്തേക്കും ഷാഡോസ് ഒന്ന് കോൺട്രാസ്റ്റ് കൂടുന്നുണ്ട്. ആ കോൺട്രാസ്റ്റിൻ്റെ ഒരു സാധനമാണ്. ഇപ്പോൾ ആൾക്കാർ നമ്മൾ തീരെ താഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ഭയങ്കര ഡാർക്കായിട്ട് തോന്നും ആ ഒരു ഏരിയ അനുസരിച്ചിട്ട്. കുറച്ച് മുകളിലോട്ട് വെക്കുമ്പോഴത്തേക്ക് ഫുൾ മുകളിലോട്ട് ആക്കരുത്, ഒരു മീഡിയം ലെവലിൽ മിഡ് റേഞ്ചിലോട്ട് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലോട്ട് നീങ്ങുന്നതനുസരിച്ച് കളർ കൂടും, ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കുന്നതനുസരിച്ച് കളർ ഡള്ളാവും. ഓക്കെ, ഫസ്റ്റ് നിങ്ങൾ അത് സെറ്റ് ചെയ്ത് വെക്കുക. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് സെറ്റ് ചെയ്യുക. അതിനുശേഷം ഈ ഗ്രിഡും ലെവലും ഒക്കെ ഓൺ ചെയ്തിടുക. പിന്നെ വരുന്നത് ഫോട്ടോ ക്യാമറാസ് എന്നുള്ളത് 28ഉം 35ഉം ചൂസ് ചെയ്ത് വെക്കുക. ഇത് ഈ ഡീഫോൾട്ടായിട്ട് ഈ വരുന്ന സാധനം, ഇതിൽ ഡീഫോൾട്ട് ലെൻസ് ഏത് വേണോ എന്നുള്ളത് ചൂസ് ചെയ്യുക. 24 വേണോ 28 വേണോ, ഞാൻ 24 ആണ് ചൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഉള്ളത് പോർട്രേറ്റ് ഇൻ ഫോട്ടോ മോഡ് ഓൺ ചെയ്ത് വയ്ക്കുക. അതാകുമ്പോൾ ഫോട്ടോ മോഡിൽ ഇട്ടെടുത്താൽ പോലും നിങ്ങൾക്ക് പിന്നെ പോർട്രേറ്റിൻ്റെ ഡീറ്റെയിൽസും കൂടെ അതിൻ്റെ കൂടെ കിട്ടും. ഓക്കെ, അപ്പോൾ അതൊക്കെ ഓഫ് ചെയ്ത് വെച്ചാൽ ചിലപ്പോൾ കുറച്ചുകൂടെ പ്രോസസ്സിങ്ങിൻ്റെ ഫാസ്റ്റ് ആയിരിക്കും. ഷട്ടർ ക്ലിക്ക് ചെയ്യുക. മാക്രോ മോഡ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ 1x ആണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഈ 1x ഞാൻ അടുത്തോട്ട് വരുന്ന അനുസരിച്ചിട്ട് മാക്രോ മോഡ് ലെൻസ് സ്വിച്ച് ആവുകയാണ്. കണ്ടോ, അപ്പോൾ മാക്രോ മോഡ് ഓൺ ചെയ്യുമ്പോൾ വൈഡ് ആംഗിൾ ലെൻസിലാണ് വരുന്നത്, അൾട്രാ വൈഡ്. ഈ അൾട്രാ വൈഡിൽ മാത്രമേ ഇത് വരുന്നുള്ളൂ. അപ്പോൾ ഈ അൾട്രാ വൈഡിൽ നമ്മൾ മാക്സിമം ഈ ഒരു അടുത്ത് വരുമ്പോഴത്തേക്കും ഒരു ഇൻസെക്റ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ടാസ്ക്കാണ്. നമുക്കത് പറന്നു പോകാതിരിക്കണമെങ്കിൽ പാടാണ്, ലക്ക് വേണം, അല്ലെങ്കിൽ നിങ്ങൾ അത്ര എക്സ്പീരിയൻസ്ഡ് ആവണം. 1x ക്രോപ്പിലാണ് ചെയ്തിരിക്കുന്നത്. 2x എന്ന് പറയുമ്പോഴും ക്രോപ്പാണ്. 0.5x ഇതാണ് മെയിനായിട്ട് ഇതിൻ്റെ മാക്രോ ലെൻസ്. ബാക്കി ഇത് ക്രോപ്പായിട്ട് കയറി 12 മെഗാ പിക്സൽ ഔട്ട്പുട്ടിൽ ക്രോപ്പായി വരും. 2xും ക്രോപ്പായിട്ട് 12 മെഗാ പിക്സൽ ഔട്ട്പുട്ട് കിട്ടും. ഇതിൽ ഞാൻ എടുത്ത കുറച്ച് ഫോട്ടോസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. മാക്രോയിൽ ഞാൻ എടുത്ത ഫോട്ടോസാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇതൊക്കെ മാക്സിമം നമുക്ക് ഇതിൽ തന്നെ 2xൽ കിട്ടുന്ന റിസൾട്ട്സ് ആണ്. ഈ കാണുന്നതെല്ലാം 2xലാണ്, 2xൽ എടുത്ത റിസൾട്ട്സ് ആണ്. ഇതിൽ നമുക്ക് ഇനിയും സൂം ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ അധികം ഡീറ്റെയിൽസും ഷാർപ്നെസ്സും ഒന്നും കിട്ടത്തില്ല. പക്ഷേ മാക്സിമം നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു സംഭവം കിട്ടും. ഇതിൽ ഫുൾ വൈഡ് ആംഗിൾ ലെൻസിലുള്ള മാക്സിമം ക്ലോസിംഗ് ഡിസ്റ്റൻസ്, ഏറ്റവും മിനിമം ഇതിൻ്റെ ഫോക്കസ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇത്രയാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഫുള്ള് കിട്ടുന്നത്. ഇതിന് 2x ക്രോപ്പ് ചെയ്യുന്നതാണ്. കണ്ടോ ഈ ഒരു സാധനം. ഗൈസ്, ഇനി അടുത്ത് ഇതിൻ്റെ ഫ്യൂഷൻ ക്യാമറയുടെ വേറൊരു ടെക്നിക്കാണ് പറഞ്ഞു തരാൻ പോകുന്നത്. ഇതിപ്പം 1x എടുക്കുകയാണ്. 1x എടുക്കുമ്പോഴത്തേക്ക് 24 മെഗാ പിക്സൽ ഔട്ട്പുട്ട് നിങ്ങൾക്ക് കിട്ടുന്നത്. കണ്ടല്ലോ, 24 മെഗാ പിക്സൽ ഔട്ട്പുട്ട് ഉണ്ട്. ഇതേപോലെ തന്നെയാണ് നിങ്ങൾ ഇനി ഒരു അൾട്രാ വൈഡിൽ എടുത്താലും ഇതിൻ്റെ മാക്സിമം ഒരു ഡിസ്റ്റൻസ്, കറക്റ്റ് ഫോക്കസ് ഡിസ്റ്റൻസ് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഔട്ട്പുട്ട് 24 മെഗാ പിക്സൽ കിട്ടും. ഓക്കെ, ഇനി 4xൻ്റെ ഞാൻ നേരത്തെ കാണിച്ചു തന്നതുപോലെ 4x നിങ്ങൾക്ക് പ്രോപ്പർ ഡിസ്റ്റൻസിലാണെന്നുണ്ടെങ്കിൽ 4x ആക്ടിവേറ്റ് ആകുമ്പോൾ 24 മെഗാ പിക്സൽ കിട്ടുന്നുണ്ട്. കണ്ടോ, ഇനി ഇതിൽ ഫ്യൂഷൻ ക്യാമറയുടെ വേറൊരു സംഭവം ഞാൻ പറയാൻ പോകുന്നത്, നിങ്ങൾക്ക് ഇപ്പോൾ നോർമലി 4x വേണ്ട, നിങ്ങൾ 2xലാണ് ഇടാൻ പോകുന്നത്. ഞാൻ 2x ആക്കി, അതായത് 48mm ആണ് ഇതിൽ പറയുന്നത്. 2xലിട്ട് ഒരു ഫോട്ടോ എടുത്തു. ഇപ്പം മെയിൻ ക്യാമറയിൽ നിന്നാണ് ക്രോപ്പ് ചെയ്തെടുത്തേക്കുന്നത്. 12 മെഗാ പിക്സലാണ് മെയിൻ ക്യാമറയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി 24 മെഗാ പിക്സൽ ഔട്ട്പുട്ട് ആണെങ്കിൽ ഒരു സംഭവമുണ്ട്, 1.9x ചെറുതായിട്ടൊന്ന് പിഞ്ച് സൂം ചെയ്ത് 1.9 ഉണ്ട്. ഇതിൽ ഞാൻ ഒരു ഫോട്ടോ എടുത്ത് ഇതിലെടുത്ത ഫോട്ടോ 24 മെഗാ പിക്സലാണ്. മെയിൻ 2ലോട്ട് പോകും, അതും 48mm 47mm, ജസ്റ്റ് 1mm വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ 24 മെഗാ പിക്സൽ ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് 2xലോട്ട് പോകണമെന്നില്ല, 1.9xലോട്ട് പോകാം. അതേപോലെ തന്നെയാണ് 8xൻ്റെ കാര്യവും. 8x, ഇപ്പോൾ 8x ഞാൻ ദൂരമുള്ളൊരു സാധനം, നോർമലി ഒരു ദൂരമുള്ളൊരു സാധനം എടുത്ത് ഞാൻ 12 മെഗാ പിക്സലിലാണ് ഔട്ട്പുട്ട് കിട്ടുന്നത്. ഓക്കെ, പക്ഷേ അതും സെയിം ഒരു 7.9x എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറുതായിട്ടൊന്ന് മൈന്യൂട്ടായിട്ട് പിഞ്ച് സൂം ചെയ്ത് എന്താ ഒരു 7.9xൽ ഫോട്ടോ എടുത്താൽ കിട്ടുന്ന ഔട്ട്പുട്ട് 24 മെഗാ പിക്സലാണ്. പക്ഷേ ഇതിനൊരു പ്രത്യേകത ഉണ്ട്. ഈ 24 മെഗാ പിക്സൽ എന്ന് പറയുമ്പോൾ നല്ല ഹെവിലി ക്രോപ്ഡ് ഇൻ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ആപ്പിൾ പറഞ്ഞ് ശരിയാണ്, അവരെ ഫ്യൂഷൻ ക്യാമറയിൽ അവരെ പ്രോസസ്സിങ് ഇപ്പോൾ നല്ല ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നോർമലി നമ്മൾ 8xൽ എടുത്തേക്കും, പ്രോപ്പറായിട്ട് 8x ഇട്ട് എടുക്കുമ്പോഴത്തേക്ക് കിട്ടുന്ന 12 മെഗാ പിക്സൽ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഒരു പ്രോസസ്സ് ചെയ്ത് അവർ ആ ഡീറ്റെയിൽ മാനേജ് ചെയ്ത് നോയ്സ് കുറച്ച് കറക്റ്റ് ഒരു ഇതിൽ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ 7.9xും ഇതിൽ തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് ഗൈസ്. ഇനി ഞാൻ ഇതിലെടുത്ത കുറച്ച് ഫോട്ടോസ് കാണിച്ചു തരാം. എനിക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോഗ്രാഫി ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഞാൻ ലൈക്കാലെക്സ് എന്ന് പറഞ്ഞ ക്യാമറ ആപ്പ് വഴി എടുത്ത ഫോട്ടോസാണ്. ഈ കുറച്ച് ഫോട്ടോസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിലെടുത്ത ഫോട്ടോഗ്രാഫി നിങ്ങൾ കാണുക. ഇതൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. എനിക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ഇഷ്ടം, അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് എടുക്കുന്നത്. ഇതൊക്കെ നല്ല ലൈറ്റുള്ള ഒരു സിറ്റുവേഷൻസിൽ പോയി എടുത്ത സമയമാണ്. അതുകൊണ്ടാണ് ഷട്ടർ സ്പീഡൊക്കെ നമുക്ക് നല്ല രീതിയിൽ കിട്ടും. ഫോൺ ക്യാമറയുടെ ഒരു ലിമിറ്റേഷൻ നിങ്ങൾ ആലോചിക്കേണ്ടത് ഇതാണ്. ഷട്ടർ സ്പീഡ് എന്ന് പറഞ്ഞൊരു സാധനം നമുക്ക് പ്രോ മോഡിൽ ഇട്ട് എടുക്കാൻ പറ്റും. പക്ഷേ ഐഫോണിനകത്ത് പ്രോ മോഡ് എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല. ഐഫോൺ എന്ത് തീരുമാനിക്കുന്നു അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തോണം.
അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റിയാണ്. സോ നിങ്ങൾക്ക് ലൈറ്റ് കുറവുള്ള സിറ്റുവേഷൻസിൽ പോയി കഴിഞ്ഞാൽ പ്രോ മോഡ് ഇല്ല. അപ്പം സാംസങ് ബാക്കിയുള്ള സാധനങ്ങൾ ഈവൻ ഒരു 80,000 റേഞ്ചിലുള്ള എല്ലാ ഫോണുകളിലും പ്രോ മോഡിൽ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഫാസ്റ്റ് മൂവിങ് സബ്ജക്ട്സ് ലൈറ്റ് കുറവാണെന്നൊക്കെയുള്ള സിറ്റുവേഷൻസിൽ പാടാണ്. അതുകൊണ്ട് നല്ല റിസൾട്ട്സ് കിട്ടണമെങ്കിൽ നിങ്ങൾ നല്ല ലൈറ്റുള്ള സമയത്ത് തന്നെ ഫോട്ടോ എടുക്കാൻ പോവുക, പ്രത്യേകിച്ചും ഫോണിൽ. ഓക്കെ, അപ്പം ഇതൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെയാണ്. ഇനി കളറിൽ എടുത്തിട്ടുള്ള കുറച്ച് ഫോട്ടോസിൻ്റെ സാമ്പിൾസും കൂടെ ഞാൻ കാണിക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ പുതിയതായിട്ട് ഐഫോൺ 17 പ്രോ എങ്ങാനും എടുത്തിട്ടുള്ള ആൾക്കാർ, ഇത് 17 പ്രോയ്ക്ക് മാത്രം യൂണിക് ആയിട്ടുള്ളതല്ല. പക്ഷേ ഈ ഫ്യൂഷൻ ക്യാമറയുടെ ടെക്നിക്കുകളും കാര്യങ്ങളും ഞാൻ ഇതിന് മാത്രമുള്ളതാണ്. ബാക്കി മൊബൈൽ ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നിങ്ങൾ കാണിച്ചു കൊടുക്കുക. അതുപോലെ ഐഫോൺ 17 പ്രോ മേടിച്ചിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിൽ ചില ടിപ്സും കാര്യങ്ങളൊന്നും നിങ്ങൾ നെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു യൂട്യൂബേഴ്സും പറഞ്ഞിട്ടുള്ളതല്ല. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളോട് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ്.